നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹം തൃപ്പൂണിത്തുറ കിഴക്കേക്കോട്ട മരട്ടിപ്പറമ്പിൽ ഷാജി. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്താണ് സംഭവിച്ചതെന്ന്. ചേട്ടന് ഈ ജോലിയുടെ ഇടയിലാണ് ഇത് കണ്ടതല്ലേ? ഞാൻ ഒരു 11:30-12 മണിയോടുകൂടി സ്റ്റാച്ചു ഭാഗത്തെത്തും. അപ്പോൾ എനിക്ക് വീടിൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ധനലക്ഷ്മി ബാങ്കിൻ്റെ അവിടം വരെ ഉണ്ട് ചായ കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു 12 മണി ആ സമയത്ത് അപ്പോൾ ഈ ബസ് എറണാകുളം ഭാഗത്തോട്ട് തിരിയുന്നു, ഇരുചക്ര വാഹനവും എറണാകുളം ഭാഗത്തോട്ട് തന്നെ തിരിയുന്ന ഇതായിരുന്നു. എൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്നൊരു ശബ്ദം കേട്ട് കൂടുന്നത്. എല്ലാവരും കുറേ ആൾക്കാർ എല്ലാവരും ഓടിക്കൂടി ആ കൂട്ടത്തിൽ ചെന്നു. ശബ്ദം ഉയർത്തിയതിൻ്റെ ബസ് നിർത്തിയപ്പോൾ ഇരുചക്ര വാഹനത്തിൽ നിന്നും യുവതി താഴെ വീണു. ഇരുചക്ര വാഹനം എതിർദിശ ഇപ്പുറത്തോട്ട് മാറി വീഴുകയും ചെയ്തു. അതിനെ തുടർന്ന് ഇടതുഭാഗത്ത് വീടിൻ്റെ അടിയിൽപ്പെട്ട് കിടക്കുകയായിരുന്നു സ്ത്രീ. അങ്ങനെ ഡ്രൈവറോട് പറഞ്ഞ് ബസ് പിന്നോട്ട് അടുപ്പിച്ച് എല്ലാവരും കൂടി ഓടിച്ചെന്ന് ഉയർത്താൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവിടെ കൂടി എല്ലാവരും കൂടി വന്നു നിർത്തിയപ്പോഴത്തേക്കുമാണ് ഈ വസ്ത്രമെല്ലാം റോഡിലൂടെ വരഞ്ഞ് കീറിയത് കാണുന്നത്. അതിനെ തുടർന്നാണ് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ഈ കീറി തുണിയെല്ലാം ആണല്ലോ എന്നോർത്ത് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകേണ്ടതല്ലേ. അതുകൊണ്ട് അപ്പോൾ തന്നെ എനിക്ക് തോന്നി, ഈ വേഷത്തിൽ നമ്മൾ ദീർഘദൂരം സഞ്ചരിക്കേണ്ടതല്ലേ. അപ്പോൾ അങ്ങനെയാണ് മുണ്ട് അഴിച്ച് ഉടുപ്പിച്ച്